ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. അമ്മേന്റെ യൂണിഫോം എന്തേ? ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR_News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം. അമ്മേ, ഇത് എവിടെയാ? ഓ, ഞാൻ ഇവിടെ ഉണ്ട്. ഓ, രാവിലെ തന്നെ അലക്ക് തുടങ്ങിയോ? എടി, അപ്പച്ചന്റെ ഈ മൂത്രത്തുണി ഒന്ന് അലക്കിയിടട്ടെ. ആ ഡയപ്പർ എത്ര കെട്ടിക്കൊടുത്താലും മൂത്രം മുഴുവൻ കിടക്കുവരിയിലുണ്ടാവും. അമ്മേ, ഇതൊക്കെ ഒന്ന് ഇസ്തിരി ഇട്ട് വെച്ചൂടെ? എനിക്ക് അതിനൊന്നും നേരം കിട്ടിയില്ല മോളെ. അമ്മയ്ക്ക് പിന്നെ എന്നാ പണി? എന്റെ പണി എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട. 10ാം ക്ലാസ്സിലെത്തിയില്ലേ, സ്വന്തം തുണിയൊക്കെ അലക്കാനും ഇസ്തിരി ഇടാനൊക്കെ ആയി. അമ്മ ഇതൊന്ന് ഇസ്തിരി ഇട്ട് തരുവോ? എന്റെ ബസ് ഇപ്പൊ വരൂ. നീ വല്ലതും കഴിച്ചോ? ദോശയല്ലേ, എനിക്കൊന്നും വേണ്ട. കഴിച്ചിട്ട് പോടി. രാവിലെ ഒന്നും കഴിക്കാതെ പോയാ പഠിപ്പിക്കുന്നൊന്നും തലേ കയറത്തില്ല. ഇനിയിപ്പോ ദോശ തിന്നാത്തേ കൊണ്ട് പഠിച്ചൊന്നും തലേ കയറില്ലാന്ന് വേണ്ട. സാമ്പത്തിക പിന്തുണ ഉറപ്പാക്കുന്ന കണക്ട് ടു വർക്ക് പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. അമ്മ, ഇന്നലെ പപ്പ എപ്പോഴാ വന്നേ? അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യതയുള്ള 18-നും ഒരു 10-11 മണിയൊക്കെ ആയി കാണും. ഉദ്യോഗാർത്ഥികൾക്ക് പ്രതിമാസം രാവിലെ പോയതോ? ധനസഹായം നൽകുന്നു. അത് പതിവ് പോലെ 7 മണി. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും 8:30 ഷോപ്പ് തുറക്കാൻ ഇവിടുന്ന് 7 മണിക്ക് പോകും. 7:30 ഷോപ്പ് അടച്ചാൽ 11 മണിയാകുമ്പോ വീട്ടിലെത്തും. ഇവിടുന്ന് ആകെ 15 മിനിറ്റ് അല്ലേ ഉള്ളൂ അവിടെ എത്താൻ. ഇതെന്താ അമ്മേ പപ്പ ഇങ്ങനെ? ഗുണഭോക്താക്കളായിരിക്കും. പദ്ധതിയുടെ അടിസ്ഥാന ഇൻഷുറൻസ് പരിരക്ഷ 3 ലക്ഷം രൂപയിൽ നിന്ന് 5 ലക്ഷം രൂപയായി ഉയർത്തിയിട്ടുണ്ട്. എന്താ അപ്പച്ചാ? ഇതുവരെ അവനോട് എന്റെ ചക്രക്കസേര ഒന്നും ഉണ്ടാക്കി തരാൻ പറഞ്ഞില്ലല്ലേ? ഞാൻ പറഞ്ഞതാ അപ്പച്ചാ, ജോ മറന്നിട്ടുണ്ടാവും. വികസനത്തിനായി അതൊന്ന് ശരിയാക്കിയിട്ട് വേണം എനിക്ക് പുറലാവും ഒന്ന് കാണാൻ. പപ്പ ശരിയാക്കിയിട്ട് അപ്പച്ചൻ പൂർലോകം കണ്ടോ? സെന്ററിൽ ദേശീയതലത്തിൽ നടക്കുന്ന റോസ്ഗാർ മേളയുടെ 18ാമത് പതിപ്പാണിത്. കണ്ണൂർ പുഷ്പോത്സവത്തിന് നാളെ തുടക്കം. കണ്ണൂർ പോലീസ് മൈതാനം. ഹലോ, ഇങ്ങോട്ട് വിളിച്ചിരുന്നോ? ഒരു മിസ് കോൾ കണ്ടല്ലോ. ആ, വിളിച്ചിരുന്നു. ചന്ദ്രേട്ട, ഞാൻ സോഫിയാണ്. എന്താ സോഫിയ? ചന്ദ്രേട്ട, നിങ്ങൾ അന്നൊരു വീൽ ചെയർ തന്നില്ലേ, പാലിയേറ്റീവിന്റെ, അത് കംപ്ലൈന്റ് ആയി. കംപ്ലൈന്റ് ആയെന്ന് നീ പറഞ്ഞൊന്ന് ആന്റണി മാഷിനോട് പറഞ്ഞിരുന്നു. അതൊന്ന് കൊണ്ടുവരാൻ ജോജിയോട് പറഞ്ഞെന്നും മാഷ് പറഞ്ഞിരുന്നു. അതിപ്പോ 1.5 മാസമായില്ലേ, ഇതുവരെ ശരിയാക്കിയില്ലല്ലേ? ജോ അത് അപ്പൊ തന്നെ മറന്നിട്ടുണ്ടാവും. എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ഇപ്പോ ഹോം കെയർ ടീം വരുന്നില്ലേ? ജോ അവരോട് എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞ് അവരിപ്പോ വരാറേ ഇല്ല. ഇപ്പൊ ഇവിടെ വീൽ ചെയർ ഒന്നും ഇരിപ്പില്ല. ഒരെണ്ണം ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ ബാബുട്ടിക്കായ്ക്ക് കൊടുത്തു. സാരല്ല, ഞാൻ അടുത്ത ദിവസം അതോടെ വരുമ്പോ അതിനെടുക്കാം. റെഡിയാക്കാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ ചന്ദ്രേട്ട. എന്റെ ചക്രക്കസേര നന്നാക്കി കിട്ടുമോ മോളെ? കിട്ടും അപ്പച്ചാ. എന്നിട്ട് വേണം എനിക്ക് മുറ്റത്തൂടെയും വഴി കൂടെ ഒക്കെ ഒന്ന് പോവാൻ. അതിന് അപ്പച്ചൻ ആര് കൊണ്ടുപോകും? അതെന്റെ അന്നമോള് കൊണ്ടുപോയിക്കോളൂ. പിന്നെ അവക്കിപ്പോ അതിനാ നേരം. പരീക്ഷ ആകാനായി. എന്നാ പരീക്ഷയാണേലും എന്റെ അന്നമോൾ എന്നെ കൊണ്ടുപോകും. എന്നാലും സ്വന്തം മോൻ കൊണ്ടുപോകത്തില്ല. എന്തുവാ? അന്നമോള് കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞതാ. അമ്മച്ചി ഇവിടെ ചിരിച്ചോണ്ടിരുന്നോ? ഇവിടെ നടക്കണ കഥ വല്ലതും അറിയുന്നുണ്ടോ? ആരറിയാനല്ലേ. കഴിഞ്ഞ ആഴ്ചയെ പെൺമക്കള് 2 പേരും വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പച്ചനെ നോക്കുന്നില്ല, ശുശ്രൂഷിക്കുന്നില്ല, മരുന്നും ഭക്ഷണവും കൊടുക്കുന്നില്ല, അങ്ങനെ ഒരു 100 കൂട്ടം കാര്യങ്ങളിൽ വിചാരണ ചെയ്യാനേ. കേസും വിചാരണയും കഴിഞ്ഞ് അപ്പച്ചന്റെ റൂമിലേക്കൊന്ന് കയറി വരാനുള്ള മനസ്സ് പോലും അവര് കാണിച്ചില്ല. അല്ല, സ്വന്തം മോൻ വരെ കയറി ചെല്ലുന്നില്ലേ, പിന്നെയാ വല്ലപ്പോഴും ഒക്കെ വന്നു പോകുന്നവര്. കെട്ടിക്കയറി ചെന്ന വീട്ടിലെ 6 മാസം പോലും തേക്കാത്തവരാ. 19 കൊല്ലായി ഇവിടെ കഴുതയെ പോലെ പണിയെടുക്കുന്ന എന്നെ കുറ്റം പറയാൻ വന്നേക്കുന്ന.
ആ ചേച്ചി, ഞാൻ ഇവിടെയാ. ആ നീനുവിന്റെ പിള്ളേരുടെ ഉടുപ്പ് അടിച്ചോണ്ടിരിക്കുക. കേറി വാ. ഇല്ല, ഞാൻ കയറുന്നില്ല. എൻ്റെ കാൽ നിറച്ച് ചെളിയാ. ഞാനിവിടെ ഒരു മുറി ചക്ക കൊണ്ടുവച്ചിട്ടുണ്ട്. ഇരുന്ന നാളത്തേക്ക് ചിലപ്പോൾ പഴുത്തേക്കും. ആ എന്നാ ആയിക്കോട്ടെ ചേച്ചി. ഞാൻ പോവുക കേട്ടോ. സോഫി, എന്താ അപ്പച്ച? ഞാൻ റേഡിയോയ്ക്ക് 2 ബാറ്ററി വാങ്ങിച്ചില്ലല്ലോ. ഉച്ച കഴിഞ്ഞ് ഞാൻ റേഷൻ കടയിൽ പോകുന്നുണ്ട്, അപ്പൊ വാങ്ങാം. ഓ, 2 ചൂടെ ചക്കപ്പഴം വെട്ടിത്താടി. ചക്കപ്പഴോ? എവിടുന്ന്? ആ രാധ ഇപ്പൊ കൊണ്ടുവന്നില്ലേ? അത് പഴുത്ത ചക്കയൊന്നും അല്ല അപ്പച്ച. അല്ലെങ്കിൽ അപ്പച്ചന് ചക്കപ്പഴൊന്നും തിന്നാൻ പറ്റത്തില്ല. ഇപ്പൊ ഷുഗർ എത്രയെന്ന് അറിയാവോ? ഓ, എന്നാ ചോദിച്ചാലും അന്നേരം ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്. ഇഷ്ടമുള്ളതൊന്നും തിന്നാതെ ഇനിയും കുറേ കാലം കൂടി ഇരുന്നിട്ട് എന്തിനാ? ഹലോ ഹലോ, സോഫിയല്ലേ? അതെ. ഞാൻ ബെന്നിയാടോ. ബെന്നിയോ? അതേന്ന്, തൻ്റെ ക്ലാസ്മേറ്റ്. 8ാം ക്ലാസ് മുതൽ നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു. ആ, പേര് ഓർമ്മ വരുന്നുണ്ട്, പക്ഷെ മുഖം മനസ്സിലേക്ക് വരുന്നില്ല. അങ്ങനെ ഓർത്തിരിക്കാൻ മാത്രം ഞാനത്ര പ്രശസ്തനൊന്നും ആയിരുന്നില്ല. എന്നാലും എൻ്റെ ഇൻഷിൽ പറഞ്ഞ ചിലപ്പോൾ ഓർമ്മ വരും. എന്താണാവോ അത്? അത് പിന്നെ LN. ആ, ഇപ്പൊ ഓർമ്മ വരുന്നു. എല്ലൻ ബെന്നി. അത് തന്നെ. അപ്പോ ഇരട്ടപ്പേരെ ഓർമ്മ വരൂ. അത് പിന്നെ സ്കൂൾ വിട്ടതിന് ശേഷം നമ്മൾ പിന്നെ കണ്ടിട്ടില്ലല്ലോ. ഇപ്പം കൊല്ലം 10-25 ആയില്ലേ? അല്ല, എന്റെ നമ്പർ എവിടെ നിന്ന് കിട്ടി? നമ്പറോ? നമ്മുടെ 10ാം ക്ലാസ്സിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന്. നീ ഗ്രൂപ്പിലൊന്നും കേറാറില്ലല്ലേ? അല്ല, നമ്മുടെ ഗെറ്റ് ടുഗദറിന് നീ എന്താ വരാതിരുന്നേ? വരണമെന്നൊക്കെ ഉണ്ടായിരുന്നു. ഫാത്തിമ എന്നെ കുറെ വിളിച്ചതാ, വരാൻ പറ്റിയില്ല. നീ എന്ത് ചെയ്യുന്നു? ഞാൻ കുറെ നാളായി പുറത്തായിരുന്നു, മസ്കറ്റിലെ. ഇപ്പൊ നാട്ടിലുണ്ട്. നീ എവിടെയോ നഴ്സായിരുന്നു എന്നൊക്കെ മുമ്പാരോ പറഞ്ഞത് ഓർക്കുന്നു. ആയിരുന്നു, പക്ഷേ അതൊക്കെ നിർത്തിയിട്ട് ഇപ്പോ 10-15 വർഷമായി. ശമ്പളം കിട്ടുന്ന നഴ്സിംഗ് ജോലി ഉപേക്ഷിച്ചിട്ട് ഇപ്പൊ ശമ്പളം കിട്ടാത്ത ഹോം നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു അല്ലേ? ഇതൊക്കെ ആര് പറഞ്ഞു? ആര് പറഞ്ഞാലെന്താ, സംഭവം സത്യല്ലേ? ഏയ്, അങ്ങനെയൊന്നുമില്ല. ആ, ഇല്ലെങ്കിൽ നല്ലത്. നിന്റെ കുടുംബത്തെ പറ്റിയൊന്നും പറഞ്ഞില്ല? ഭാര്യ മസ്കറ്റിൽ നേഴ്സാണ്. പിന്നെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോൻ. അവരവിടെ, ഞാനിവിടെ. അതെന്താ അങ്ങനെ? അതറിയില്ല, എന്തായാലും ഇപ്പോഴെങ്ങനെയാണ്. നിന്റെ മോളിപ്പോ ഏത് ക്ലാസ്സിലാ? അവളിപ്പോ 10ലാ. നിങ്ങളെല്ലാവരും വർഷങ്ങൾക്ക് ശേഷം ഒന്ന് കാണാലോ എന്ന് കരുതിയാ ഫാത്തിമ ടീച്ചറുടെ നമ്പർ സംഘടിപ്പിച്ചതും അവളെ കൊണ്ട് വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിച്ചതും വന്ന ഗെറ്റ് ടുഗദർ സംഘടിപ്പിച്ചതും എല്ലാം. അതിലിപ്പോ ഞാൻ മാത്രമല്ല വരാതിരുന്നത്. നീ മാത്രമല്ല, നിന്നെ പോലെ 4-5 പേരെ വരാതിരുന്നുള്ളൂ. അവർക്കൊക്കെ തക്കതായ കാരണം ഉണ്ടായിരുന്നു. എനിക്കും കാരണമൊന്നുമില്ലെന്ന് ആരാ പറഞ്ഞത്? നിന്റെ കാരണം അതെനിക്കറിയാം, ജോജിയല്ലേ? ഏയ്, വെറുതെ ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞുണ്ടാക്കണ്ട. ആ, എനിക്കൊന്ന് മറ്റെന്തോ തിരക്കുണ്ടായിരുന്നു, അതുകൊണ്ട് വന്നില്ല. അല്ലാതെ ഞാൻ വരുന്നത് കൊണ്ട് ജോക്ക് യാതൊരു ഇഷ്ടക്കേടും ഉണ്ടായിരുന്നില്ല. ആ, അങ്ങനെയെങ്കിൽ അങ്ങനെ. ഞാൻ വെറുതെ പറഞ്ഞതാ. പിന്നെ എവിടെയോ ചെറിയ കല്ലുകടിയൊക്കെ ഉള്ളതായിട്ട് എനിക്കറിയാം. ഒരു കല്ലുകടി ഇല്ല ബെന്നി. ആ, ഇല്ലെങ്കിൽ നല്ലത്. പിന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് കയറി നോക്ക്. ഈ ഒറ്റയ്ക്ക് ഇരുന്നിട്ടുള്ള ബോറടിയൊക്കെ ഇത്തിരി മാറട്ടെ. ഓ, ആയിക്കോട്ടെ. എന്നാലും ഓക്കെ. നേരത്തെ ചോറ് കഴിച്ചുകൊണ്ടിരുന്നപ്പം നിന്റെ കണ്ണെന്തിനാ നിറഞ്ഞത്? കണ്ണ് നിറഞ്ഞെന്നോ? ഈ അമ്മയ്ക്ക് എന്താ? വേണ്ട, നുണയൊന്നും പറയണ്ട, ഞാൻ കണ്ടതാ. അത് പിന്നെ എക്സാം കഴിഞ്ഞിട്ട് ഞാൻ സിസ്റ്റർ ആനിയൻ്റെ കൂടെ ഹൈദരാബാദിലേക്ക് പോകുന്നില്ല എന്ന് വെച്ചാലോ? അതെന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ?
അല്ല, അമ്മ ഇവിടെ ഒറ്റയ്ക്കല്ലേ? ഞാൻ ഒറ്റയ്ക്കാണെന്ന് ആരാ പറഞ്ഞേ? പപ്പയുണ്ട്, അപ്പച്ചനുണ്ട്. പിന്നെ എങ്ങനെയാ അമ്മ ഒറ്റയ്ക്കാവുക? എല്ലാരും ഉണ്ട്, എന്നാലും അമ്മ ഒറ്റയ്ക്കല്ലേ? അല്ലേലും അതൊരു പുതിയ കാര്യമല്ലല്ലോ. പപ്പ പണ്ടും ഇങ്ങനെ തന്നെയായിരുന്നോ? മോളിപ്പം അമ്മയെ പറ്റി ഒന്നും ഓർക്കണ്ട. നീ രക്ഷപ്പെട്ട പിന്നെ അമ്മയെ രക്ഷപ്പെട്ടില്ലേ? നീ ആൻറ്റിയുടെ കൂടെ പോയാ +2 കഴിഞ്ഞ് അവർ തന്നെ നിന്നെ ജർമ്മനിക്ക് കൊണ്ടുപോകും. അമ്മ ഇങ്ങനെയൊക്കെ കഴിഞ്ഞോളാം. മോള് മറ്റൊന്നും ഓർക്കണ്ട. എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്ക്. സത്യം പറഞ്ഞ എനിക്ക് പേടി അമ്മയെ തനിച്ചാക്കി പോകാൻ. മോള് പേടിക്കണ്ട, അമ്മയ്ക്കൊന്നും വരില്ല. വരാനായിരുന്നെങ്കിൽ ഇതിനു മുമ്പ് എത്രയോ തവണ വരേണ്ടതായിരുന്നു. അമ്മയ്ക്ക് എങ്ങനെ സാധിക്കുന്നു ഇത്രയൊക്കെ സഹിച്ചിട്ടും ഇങ്ങനെ? ഒത്തുപോകാൻ പറ്റില്ല എന്ന് തോന്നിയപ്പോൾ അന്ന് തന്നെ പിരിഞ്ഞൂടായിരുന്നോ? ഒന്നുമില്ലെങ്കിലും അമ്മയ്ക്ക് നല്ലൊരു ജോലി ഉണ്ടായിരുന്നല്ലേ? ജോലിയും വരുമാനം ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒന്നു മാത്രം ഇല്ലാതായിപ്പോയി, ധൈര്യം. ആകാശവാണി ഇനി കോഴിക്കോട് അതൊക്കെ പ്രാദേശിക പറഞ്ഞിട്ടെന്താ? വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന മോള് പ്രത്യേക പഠിക്ക്. പരിപാടി. അപ്പച്ചാ, ആ റേഡിയോയുടെ ശബ്ദം ഒന്ന് കുറച്ചേ. മോക്ക് പഠിക്കണം. തലമുറയുടെ ബൗദ്ധിക ശേഷിയും കായിക ശേഷിയും പൂർണ്ണമായും ഇല്ലാതാകുമോ എന്ന ആശങ്ക നമുക്കിടയിൽ വ്യാപകമാണിന്ന്. രാസലഹരിയുടെ പിടിയിലമരുന്ന പുതുതലമുറയെ ഓർത്ത് വിഷമിക്കുന്നവരുടെ എണ്ണം പെരുകുകയാണ്. വിദ്യാലയങ്ങളും കലാശാലകളും ലഹരി മാഫിയകളുടെ നോട്ടസ്ഥലങ്ങളായി തീരുന്നു. നാളെ നമ്മുടെ കുട്ടികൾ ലഹരിക്ക് വേണ്ടി എന്തും ചെയ്യുന്ന തലമുറയെ കണ്ട് നാം കുളിക്കുന്നില്ലേ? അവർക്ക് അച്ഛൻ, ഞാൻ അമ്മ, ചൂടുവെള്ളം എടുത്തു സഹോദരി, ഭാര്യ, വേണ്ട, കാമുകി, ബുദ്ധിമുട്ടണ്ട, ഞാൻ എടുത്തോളാം. ഒന്നും ജോ എന്താ ഇങ്ങനെ? ഏത് ക്രിമിനൽ എങ്ങനെ? ചെയ്യാനും ഒരു മടിയും ഞാൻ നിങ്ങളുടെ ആരാ? അതിന് ഞാൻ പറഞ്ഞു തരണോ? ഒന്ന് പറഞ്ഞതാ, എനിക്ക് മനസ്സിലാകുന്നില്ല. നിനക്കെന്താ മനസ്സിലാവേണ്ടത്? പറഞ്ഞു തരാടി ഞാൻ. ആ അമ്മേ, അന്ന സ്കൂളിൽ പോയോ മോളെ? അവള് പോയി. ജോജിയോ? ഓ, രാവിലെ തന്നെ പോയി. അവന്റെ സ്വഭാവത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ മോളെ? ആ ഉണ്ടമ്മേ, നല്ല മാറ്റമുണ്ട്. ആ നന്നായി. നീ അവനെയും കൂട്ടി ഒരു ധ്യാനത്തിന് പോ. ആ കൃപാസനത്തിന് ഒന്ന് പോയാൽ നന്നായി. ധ്യാനത്തിന് ശരിക്കും പോകേണ്ടത് നിങ്ങളായിരുന്നു. ഞങ്ങളോ? ആ നിങ്ങൾ തന്നെ, ചാച്ചനും അമ്മച്ചി. ഇപ്പോഴല്ല, പണ്ട്. നീ എന്തൊക്കെയാ മോളെ ഈ പറയുന്നേ? പറയുന്നതോ, ഈ കല്യാണാലോചന വന്നപ്പോൾ തൊട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞതാ എനിക്ക് കല്യാണം വേണ്ടെന്ന്. നിങ്ങൾ സമ്മതിച്ചില്ല. ഇവിടുത്തെ പീഡനത്തിന്റെ ഓരോ കാര്യങ്ങളും ഞാൻ നിങ്ങളെ വിളിച്ചു പറഞ്ഞപ്പോൾ കുറച്ച് നാളൊന്ന് സഹിച്ചു നിൽക്കണമെന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞു. വർഷം എത്രയായി, ഇനിയും എന്താ ശരിയാകാത്തത്? മോളെ, ഞങ്ങൾ നിന്റെ നന്മ മാത്രമല്ലേ ആഗ്രഹിച്ചിട്ടുള്ളൂ. എനിക്ക് വയ്യാന്ന് പറഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് ഞാൻ വന്നോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ചാച്ചന് കെട്ടിച്ചു വിട്ട പെണ്ണ് തിരികെ വീട്ടിലേക്ക് വരുമോ എന്നുള്ള പേടി, അഭിമാനം. അമ്മച്ചിക്കാണെങ്കിലോ കൊടുത്തുവിട്ട സ്വർണവും പണവും നഷ്ടപ്പെടുമോ എന്നുള്ള പേടി. എൻ്റെ മോളെ ഒരാളെ ഓർത്തിട്ടാ, അല്ലെങ്കിൽ എൻ്റെ ജീവിതം തന്നെ ഞാൻ. മോളെ സോഫി, ഇനി വേണ്ടാത്തൊന്നും നീ ചിന്തിക്കല്ലേ. ഇനിയിപ്പോൾ അതൊന്നും ചെയ്യില്ല. ഇപ്പം ഞാൻ എല്ലാമായി പൊരുത്തപ്പെട്ടു. എൻ്റെ മോൾ ഒരു കരയ്ക്ക് എത്തുന്നത് വരെ എനിക്ക് ജീവിച്ചേ പറ്റൂ. അത് പറയാനാ മോളെ ഞാൻ വിളിച്ചത്. ചിന്നമ്മ വിളിച്ചായിരുന്നു. അന്നമ്മളുടെ പരീക്ഷ കഴിഞ്ഞാ ഉടനെ അവരെ അവർ കൊണ്ടുപോകുമെന്നാ പറഞ്ഞത്. പക്ഷെ അവള് പോയാ പിന്നെ നീ. ഓ, അത് സാരമില്ല അമ്മച്ചി, അവളെങ്കിലും രക്ഷപ്പെടട്ടെ. +2 കഴിഞ്ഞ് അവളെ ജർമ്മനിക്ക് കൊണ്ടുപോകാന്നല്ലേ അവർ പറഞ്ഞത്.
ഇവിടെ നിന്ന് അവളുടെ ഭാവിയും കൂടെ കളയണ്ട. നിനക്ക് അനിയും കൂട്ടി വല്ലപ്പോഴും ഒന്ന് ഈ വീട് വരെ വന്ന എന്താ? ചാച്ചൻ പോയത് പിന്നെ ഞാൻ ഈ വീട്ടിൽ ഒറ്റയ്ക്കല്ലേടി. അവിടെ സോണിയും ജാൻസിയും പിള്ളേരും ഒക്കെ ഇല്ലേ? പിന്നെ അമ്മച്ചി എങ്ങനെ ഒറ്റയ്ക്കാവുന്നേ? എല്ലാവരും ഉണ്ട്, എന്നാലും ഞാനിപ്പോ ഒറ്റയ്ക്കല്ലേടി. ഞാൻ വരാം അമ്മച്ചി, മോൾക്ക് അവധി കിട്ടട്ടെ. അല്ലെങ്കിൽ അപ്പച്ചനെ ഒറ്റയ്ക്കാക്കിയിട്ട് വരാൻ കഴിയില്ലല്ലോ. ആ എന്നാ ആയിക്കോട്ടെ മോളെ. ഒരു പാവം പെണ്ണിന്റെ ജീവിതവും സ്വപ്നങ്ങളും എല്ലാം ചവിട്ടി അരച്ച് കളഞ്ഞ ഒരു മകൻ, ആ മകന് കൂട്ടുനിന്ന അമ്മ ഇപ്പൊ ഭിത്തിയിലിരുന്ന് ചിരിക്കുന്നത് കണ്ട എന്ത് പാവം. അമ്മ ഒന്ന് ഇങ്ങോട്ട് ഇറങ്ങി വാ. എന്താടി? ഒന്ന് വാ, നമുക്ക് റീൽസ് ഷൂട്ട് ചെയ്യാം. ഈ പെണ്ണിന് വേറെ പണിയൊന്നുമില്ലേ? ഒന്ന് വാന്നേ. അമ്മയുടെ മറ്റേ കിടക്കാച്ചി ഐറ്റം. വാ ഒന്ന് പോ പെണ്ണെ. അമ്മ വലിയ ജാട കാണിക്കല്ലേ, നമുക്ക് 1 മില്യൺ വ്യൂ അടിക്കാനുള്ളതാ. അതൊക്കെ ഒരുപാട് മുൻപല്ലേ, അമ്മ അതെല്ലാം മറന്നുപോയി. പിന്നെ പഴയ കലാതിലകമല്ലേ, അങ്ങനെ മുഴുവനൊന്നും മറക്കില്ല. വാ. നീ വാടി മോളെ. അയ്യോ, അമ്മ ഇങ്ങനെ മനസ്സ് തുറന്ന് ചിരിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാ കാണുന്നേ. പണ്ട് അമ്മ ഇങ്ങനെ തന്നെയായിരുന്നു, ചിരി തുടങ്ങിയ പിന്നെ നിർത്തില്ല. ചെറിയ കാര്യം മതി ചിരിക്കാൻ. അന്ന് അത്രയേറെ ചിരിച്ചതുകൊണ്ടാവും പിന്നെ ജീവിതത്തിൽ നിന്ന് തന്നെ ചിരി മാഞ്ഞു പോയത്. ഇല്ല അമ്മേ, ഇതുപോലെ മനസ്സ് തുറന്ന് ചിരിക്കാനുള്ള ഒരു കാലം ഇനിയും വരും. എന്തുണ്ട് വിശേഷങ്ങൾ? ഓ, നമുക്കെന്ത് വിശേഷം. ഭാര്യ മോനും ഒക്കെ വന്നോ? അവരൊന്നും വന്നില്ല. അതെന്ത് പറ്റി? അതങ്ങനെയാ സോഫി, ഞങ്ങൾ ശരിക്കും അക്കരെ ഇക്കരം തന്നെയാണ്. ശരീരം കൊണ്ട് മാത്രമല്ല, മനസ്സുകൊണ്ട്. എന്ന് വെച്ചാല്? എന്ന് വെച്ചാ ഡിവോഴ്സിന്റെ വക്കിലാണെന്ന് പറയാം. വോസോ? എന്താ അങ്ങനെ ഒരു വാക്ക് കേട്ടിട്ടില്ലേ? കേട്ടിട്ടൊക്കെ ഉണ്ട്, പക്ഷേ ഒരു പക്ഷേയും ഇല്ല. ഒത്തുപോകാൻ പറ്റില്ല എന്ന് വന്നാൽ പിരിയണം. ലീഗലി ഞങ്ങൾ പിരിഞ്ഞിട്ടില്ല, അതും ഉടനെ ഉണ്ടാവും. ഈ അഡ്ജസ്റ്റ്മെന്റ് ലൈഫൊക്കെ ആർക്കു വേണ്ടി, എത്ര നാൾ? അത് പക്ഷേ ഒക്കെ ഓരോരുത്തരുടെയും തീരുമാനങ്ങളാണ്. പരസ്പരം കളിച്ചു കയറുന്ന ശത്രുക്കളെ പോലെ അല്ലെങ്കിൽ അന്യരെ പോലെ ഒരുമിച്ച് താമസിച്ച് 2 കൂട്ടരുടെയും ജീവിതം ഇല്ലാതാക്കുന്ന എന്തിനാ? വേണമെന്ന് നോക്കുന്ന പോലെ വേണ്ടാന്ന് നോക്കാനുള്ള സ്വാതന്ത്ര്യം അവനവന് തന്നെയല്ലേ? ഒക്കെ ശരിയാണ്, പക്ഷേ നിന്റെ ഈ പക്ഷേ തന്നെയാണ് നിന്റെ ദുഃഖത്തിനും പരാജയത്തിനും കാരണം. നമ്മുടെ ജീവിതം നമ്മുടേതാണ്, കാരണം സ്വന്തം ജീവിതം. അത് അവനവൻ തന്നെ ജീവിച്ചു തീർക്കണ്ടേ? ജീവിതം ഒരു ലോങ് ഡ്രൈവ് പോലെയാണ്. വഴി ദുഷ്കരമാണെന്ന് തോന്നിയാൽ വേറെ വഴിക്ക് തിരിച്ചു വിടണ്ടേ? അല്ലാതെ വിധിയെ പഴിച്ച് പിന്നെയും ആ വഴി തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനമെങ്കിൽ എന്താവും അവസാനം? കുറച്ചൊക്കെ വിട്ടുവീഴ്ചയാകാം, പക്ഷെ അവസാനം വരെ വിട്ടുവീഴ്ച തന്നെ വേണമെന്ന് വന്നാൽ നമുക്കൊരു ജീവിതം തന്നെയല്ലേ ഉള്ളൂ. അതൊക്കെ പോട്ടെ, നമുക്കെല്ലാവർക്കും കൂടെ ഒന്നുകൂടി ഒന്ന് ഒത്തുകൂടണ്ടേ? നീ നമ്മുടെ ക്ലാസ് ഗ്രൂപ്പിലൊക്കെ ഒന്ന് കയറി ഒന്ന് ഉഷാറാവുക. എന്തോ എനിക്കതിനൊന്നും തോന്നാറേ ഇല്ല. ജോജി എന്ത് പറയുന്നു? എന്തു പറയാൻ, പഴയതുപോലൊക്കെ തന്നെ. എന്താ മോളുടെ ഫ്യൂച്ചർ പ്ലാൻ? അവള് 10ൽ പരീക്ഷ കഴിഞ്ഞാ അവളുടെ ആന്റിയുടെ കൂടെ ഹൈദരാബാദിലേക്ക് പോകും. അവര് +2 പഠിപ്പിച്ച് ജർമ്മനിക്ക് കൊണ്ടുപോകും. അപ്പോ മോളുടെ കാര്യം ഓക്കെയാണ്. നീയോ? ഞാനോ? ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ഇവിടെ. നല്ല കാര്യം. എൻ്റെ കൂടെ മസ്കറ്റിലുണ്ടായിരുന്ന ഒരു ഫ്രണ്ട് വിളിക്കുന്നുണ്ട്, ഞാൻ പിന്നെ വിളിക്കാം. ആയിക്കോട്ടെ പിന്നെ. പത്ത് 15 വയസ്സായി, ഇതുവരെ സ്വന്തം മുടി ചീകി കെട്ടാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ നാണക്കേടാട്ടോ. പറഞ്ഞാലല്ലേ, അമ്മ ആരോടും പറയണ്ട. അത് ഈ മുടിയും കൊണ്ട് നടക്കുമ്പോ തന്നെ എല്ലാവർക്കും അറിയാം. അമ്മ എന്റെ കൂടെ പോര്. എവിടെ? ജർമ്മനിക്കോ? അവിടേക്ക്. അങ്ങനെയൊക്കെ ആഗ്രഹിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. കഷ്ടപ്പെട്ട് നഴ്സിംഗ് പഠിച്ചതും അങ്ങനെ ഒരു മോഹം ഉള്ളതുകൊണ്ട് തന്നെയാ.
പക്ഷെ പറഞ്ഞിട്ടെന്താ, കേരളത്തിന് പുറത്തു പോലും പോകാൻ പറ്റിയില്ല. പിന്നെയല്ലേ ജർമ്മനി. സത്യത്തിൽ അന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ അമ്മയ്ക്ക് പോകാൻ പറ്റില്ലായിരുന്നോ? ഒറ്റയ്ക്ക് ശ്രമിച്ചിട്ട് എന്തിനാ? എന്നെ വിദേശത്ത് കൊണ്ടുപോകാൻ തന്നെയാ ഗൾഫുകാരനെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിച്ചത്. അപ്പോൾ പപ്പ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഗൾഫിലായിരുന്നു? ആ ആ അങ്ങനെയൊക്കെ പറഞ്ഞു തന്നെയാ കല്യാണം നടത്തിയത്. പക്ഷെ കല്യാണം കഴിഞ്ഞ് എൻ്റെ സ്വർണ്ണമെല്ലാം വിറ്റിട്ടാ ഗൾഫിൽ ഒരു ജോലിക്ക് പോകുന്നത്. മുമ്പ് കൂട്ടുകാരുടെ എങ്ങാണ്ടോ വിസിറ്റിംഗ് വിസയ്ക്ക് 2 മാസം പോയി നിന്നതാണത്രേ. ഫസ്റ്റ് ടീം. അപ്പോൾ കൂടുതലൊന്നും അന്വേഷിക്കാതെയാണോ അമ്മയുടെ കല്യാണം നടത്തിയത്? ഓ, ഗൾഫുകാർ മരുമകനായി വരുമ്പോഴേ ചാച്ചന് അതിൽ കൂടുതലൊന്നും വേണ്ടായിരുന്നു. സോഫി പെണ്ണിന്റെ ഭാഗ്യം, അതാ എല്ലാരും പറഞ്ഞുകൊണ്ടിരുന്നത്. വലിയ വീടും നല്ല തറവാട്ടുകാരും. വീടിന്റെ വലിപ്പവും തറവാട്ടു മഹിമയും മാത്രം നോക്കിയുള്ളൂ എന്ന് പറയുന്നതാ സത്യം. പക്ഷേ എന്റെ സോണിയങ്കളിന് അന്നും തീരെ ഇഷ്ടമില്ലായിരുന്നു. അല്ലെങ്കിലും നമ്മുടെ തറവാട്ടിൽ പപ്പ മാത്രമല്ലേ ഇങ്ങനെയുള്ളൂ? ആ, അത് മതിയല്ലോ. അമ്മ ഫോൺ അടിക്കുന്നു. ആ, അതവിടെ കിടന്ന് അടിക്കട്ടെ. മതി അമ്മ, അത് നോക്ക്. നീ പോയി എടുക്ക്. ആരാ നോക്കിക്കേ? അത് കട്ടായിപ്പോയി. ഏതോ ഒരു ബെന്നി. അതാരാത്? ഓ, ബെന്നിയാണോ? ആരമ്മേ ബെന്നി? ആ, അതെന്റെ പഴയ ക്ലാസ്മേറ്റാ. എന്റെ നമ്പറൊക്കെ തപ്പിയെടുത്ത് ഇടയ്ക്കൊക്കെ വിളിക്കും. പഴയ വല്ല ലൈനും ആണോ? ലൈൻ ഒന്ന് പോടി. അതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. എവിടുന്നെങ്കിലൊക്കെ നമ്പർ സംഘടിപ്പിക്കുക, വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുക, പിന്നെ 1-2 ഗെറ്റ് ടുഗദർ വെക്കുക, പഴയ പ്രണയം പുതുക്കുക, നാട് വിടുക. സംഭവം ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെ. പഴയ നമ്പറൊക്കെ തപ്പിയെടുത്ത് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ഗെറ്റ് ടുഗദറിന് വിളിച്ചിരുന്നു. പക്ഷെ ഞാനൊന്നിനും പോയില്ല, ഗ്രൂപ്പിലും കയറാറില്ല. ഈ അമ്മ ഇവിടെ വിട്ടെങ്ങും പോകരുത് കേട്ടാ. ഇനി അമ്മയ്ക്ക് ഒരു പോക്കേ ഉള്ളൂ. അതിനു മുമ്പ് എൻ്റെ മോളെ ഒന്ന് കരക്കെത്തിക്കണം. ഓ, തുടങ്ങി. ദേ പിന്നെ വിളിക്കുന്നു. ആ ബെന്നി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? നീ ഇത് കൊണ്ടുപോയിട്ടെ അപ്പച്ചന് ഗുളിക എടുത്തു കൊടുക്ക്. അതിലേ ഒരെണ്ണം രാവിലെ കഴിക്കാനുള്ളതാണേ, നോക്കിയിട്ട് കൊടുക്കണേ. ആ, എന്താ ഇത്തവണ ഗുളിക മാറ്റിയോ? അതൊന്നും കഴിച്ചിട്ടൊരു മാറ്റം ഇല്ല എന്ന് പറഞ്ഞിട്ട് വേറെ എഴുതിയതാ. മകൻ നേരെ അപ്പച്ചന്റെ പകുതി രോഗം മാറും. ആ, എന്നിട്ട് അപ്പച്ചന്റെ രോഗം മാറിയത് തന്നെ. നീ ഇത് കൊണ്ടേ കൊടുക്ക്, അല്ലെങ്കിൽ ഇപ്പൊ വിളിച്ചു പോവാൻ തുടങ്ങും. അമ്മേ, പപ്പ ഇന്ന് നേരത്തെ വന്നല്ലോ. ഞാൻ നാളത്തെ കാര്യം ചോദിച്ചു നോക്കട്ടെ? ആ, ചോദിച്ചു നോക്ക്. പപ്പ നാളെ ഒന്ന് സ്കൂളിൽ വരുമോ? അമ്മ വരും. നാളെ സമയം പോലെ എപ്പോഴെങ്കിലും വന്നാ മതി. അമ്മ വരുമെന്ന് പറഞ്ഞില്ലേ, അത് മതി. അമ്മേ,
ഞാൻ പോകണ്ടെന്ന് വെച്ചാലോ? എന്നിട്ട് ഇവിടെ എവിടെയെങ്കിലും നല്ല കോളേജിൽ ഡിഗ്രിക്ക് ചേർന്നാ പോരെ? ആ, എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം. എന്നിട്ട് അമ്മയെ പോലെ ഗതി കിട്ടാതെ അലയാലോ. അത് പിന്നെ അമ്മയെ തനിച്ചാക്കി ഞാൻ എങ്ങനെ? അപ്പച്ചനുണ്ടായിരുന്നെങ്കിൽ അങ്ങനെയെങ്കിലും എനിക്ക് സമാധാനിക്കായിരുന്നു. അതിപ്പോ തനിച്ചല്ലല്ലോ, പപ്പയില്ലേ? പപ്പയോ? എവിടെ? രാത്രി ഏതെങ്കിലും സമയത്ത് മുറ്റത്തേക്ക് വരുന്ന ബുള്ളറ്റിൻ്റെ ശബ്ദവും വിളിച്ചു. അതിനപ്പുറം നമുക്ക് എന്താ പപ്പ? അല്ലെങ്കിലും അപ്പച്ചൻ മരിച്ചിട്ട് 7-ൻ്റെ അന്ന് ഇവിടുന്ന് പോയ ആള് അമ്മ പിന്നെ കണ്ടിട്ടുണ്ടോ? ഇപ്പം എത്ര നാളായി? ഇവിടെ ഇല്ലെങ്കിലും ബാംഗ്ലൂരിൽ സേവർലങ്കന്റെ കൂടെ ഉണ്ടെന്നല്ലേ അങ്കിള് തന്നെ വിളിച്ചു പറഞ്ഞത്. അതുകൊണ്ട് അമ്മയ്ക്ക് എന്താ കാര്യം? ആ എക്സ് മിലിറ്ററിയുടെ കൂടെ കുടിച്ചു കൂത്താടുക എന്നല്ലാതെ ഇവിടെ അമ്മയ്ക്കൊരു തുണയുണ്ടോ? എനിക്ക് ദൈവം തുണയുണ്ട്. തൽക്കാലം അത് മതി. നീ ഇപ്പം അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. രാവിലെ 8:30-ക്കല്ലേ ട്രെയിൻ? 6 മണിയാകുമ്പോഴേക്കും സോണിയങ്കിൾ വരും. റെയിൽവേ സ്റ്റേഷനിലേക്കൊന്നും ഞാൻ വരില്ല യാത്ര അയക്കാൻ. ഹലോ സോഫി. ആ ബെന്നി, കുറെ നാളായല്ലോ, ഒരു വിവരവും ഇല്ലല്ലോ. ആ, എന്നിട്ട് നീ ഒന്ന് വിളിച്ചില്ലല്ലോ. ഞാൻ അങ്ങനെ ആരെയും വിളിക്കാറില്ല ബെന്നി. ഞാൻ വെറുതെ പറഞ്ഞതാ. ഞാനിപ്പോ വിളിച്ചതേ യാത്ര പറയാനാ. യാത്രയോ? അതെ, ഞാൻ മസ്കറ്റിലേക്ക് തിരിച്ചു പോവുക, അവരുടെ അടുത്തേക്ക്. ആഹാ, നല്ല കാര്യാണല്ലോ. ഒടുവിലെല്ലാം കലങ്ങി തെളിഞ്ഞല്ലോ, നന്നായി. എത്രത്തോളം തെളിഞ്ഞു എന്ന് ചെന്ന് നോക്കിയാൽ അറിയാം. ഒന്നും അറിയാനില്ല, എല്ലാം ശുഭാകും. ആ, എന്ന് പ്രതീക്ഷിക്കാം. എന്നാലും നമ്മളെല്ലാരും കൂടെയുള്ള ഒരു ഗെറ്റ് ടുഗദർ അത് നടന്നില്ലല്ലോ. അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ. ഇത്തവണ നീ പോയിട്ടേ ഫാമിലി ആയിട്ട് വാ. അപ്പൊ നമുക്കേ ഗ്രാൻഡ് ആയിട്ടൊരു ഫാമിലി ഗെറ്റ് ടുഗദർ തന്നെ നടത്താം. ഓ, അങ്ങനെ ആയിക്കോട്ടെ. മോള് ഹൈദരാബാദിന് പോയോ? ആ, അവളിപ്പോ പോയിട്ട് 3 മാസമായില്ലേ. ആ, ആയിക്കോട്ടെ സോഫി. നാളെ വെളുപ്പിന് 5 മണിക്കാണ് ഫ്ലൈറ്റ്. അടുത്ത തവണ വരുമ്പോ എന്തായാലും കാണാം. ആ, ആവട്ടെ. നമ്മുടെ ഗ്രൂപ്പിലൊക്കെ വല്ലപ്പോഴൊക്കെ ഒന്ന് കയറണം കേട്ടോ. ആ, നോക്കാം. എന്നാലും ഓക്കെ. ഓക്കെ, ഹാപ്പി ജേണി ബെന്നി. താങ്ക് യു. ആ അമ്മേ. മോളെ സോബി, എന്താ നിന്റെ ഉദ്ദേശം? ഉദ്ദേശോ? എന്തുദ്ദേശം? ഇനിയും നീ ഒറ്റയ്ക്ക് നിൽക്കുന്നതിന്റെ കാര്യം ഞാൻ ചോദിക്കുന്നത്. ഇവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞാൽ നീ കേൾക്കുകയില്ല. ഞാൻ അവിടെ വന്ന് നിൽക്കാമെന്ന് പറഞ്ഞാൽ അത് നീ സമ്മതിക്കില്ല. ആരെയാ മോളെ നീ തോൽപ്പിക്കുന്നത്? ഞങ്ങളെയോ അതോ നിന്നെ തന്നെയോ? സ്വയം തോറ്റുപോയി ഞാൻ. ആരെ തോൽപ്പിക്കാനമ്മേ? നിന്നോട് തർക്കിച്ച് ജയിക്കാനൊന്നും ഞാനില്ല. നിന്റെ തീരുമാനം എന്താണെന്നറിയാനാണ് ഞാൻ നിന്നെ വിളിച്ചത്. തീരുമാനം ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതല്ലേ അമ്മേ. അന്നമോള് ഹൈദരാബാദിൽ പോയിട്ട് 3-4 മാസമായി. +2 കഴിഞ്ഞ് അവള് ജർമ്മനിക്ക് അങ്ങ് പോകും. അന്ന് എപ്പോഴോ ബാംഗ്ലൂരിലുണ്ടെന്ന് പറഞ്ഞ ആ ജോലിയെപ്പറ്റി പിന്നെ ഇതുവരെ ഒരു വിവരവും ഇല്ല. മോള് പറയും പോലെ പാതിരയ്ക്ക് എപ്പോഴെങ്കിലും കയറി വരും. ആ ബുള്ളറ്റിന്റെ ശബ്ദവും വെളിച്ചവും പ്രതീക്ഷിച്ചാണോ നീ ഒറ്റയ്ക്ക് ഇങ്ങനെ കഴിയുന്നത്? എൻ്റെ പ്രതീക്ഷ എൻ്റെ മോളിലാണ്. എനിക്ക് ജീവിക്കാൻ ആ പ്രതീക്ഷ മാത്രം മതി. ഞാൻ പിന്നെ വിളിക്കാമോ?
ഹലോ അമ്മേ. ആ മോളെ മോളെ സുഖാണോ നിനക്ക്? ആ സുഖാണമ്മേ. പിന്നെ അമ്മയ്ക്ക് സുഖാണോന്ന് ഞാൻ ചോദിക്കുന്നില്ല. നിന്റെ ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല അമ്മേ. എനിക്ക് സുഖാ മോളെ. ആ അതെനിക്കറിയാം. പിന്നെ അമ്മ ഇപ്പോഴും രാത്രിയാകുമ്പോ പപ്പയുടെ ബുള്ളറ്റിന്റെ ശബ്ദം വിളിച്ചും കാത്തിരിക്കാറുണ്ടോ? അമ്മയ്ക്ക് ഇനി കാത്തിരിക്കാൻ നീ മാത്രമല്ലേ ഉള്ളൂ. എന്നാൽ ഞാനൊരു പ്രത്യേക കാര്യം പറയാനാ ഇപ്പൊ അമ്മയെ വിളിച്ചത്. അമ്മ ചാടിക്കേറി നോ ഒന്നും പറയരുത്. എന്താണാവോ ഇത്ര പ്രത്യേകിച്ചുള്ള കാര്യം? ആ പറയാം. ഞാൻ അമ്മയുടെ പഴയ ക്ലാസ്മേറ്റിനെ വിളിച്ചിരുന്നു. ക്ലാസ്മേറ്റിനെയോ? ആരെ? മുൻപിടയ്ക്കൊക്കെ വിളിക്കാറുണ്ടായിരുന്ന ഒരു ബെന്നി. ആളിപ്പോ നാട്ടിലുണ്ട്. ആഹാ, അതിന് കാര്യമുണ്ടമ്മേ. അത് കൊള്ളാലോ. എന്താ കാര്യം? ആഹാ, നിനക്കെങ്ങനെ ബെന്നിയുടെ നമ്പർ കിട്ടി? അത് അന്ന് അമ്മയുടെ ഫോണിൽ നിന്ന് 1-2 പേരുടെ നമ്പർ ഞാൻ എടുത്തിരുന്നു. അതെന്തിനാ നിനക്ക് അവരുടെ നമ്പർ? എന്തെങ്കിലും ആവശ്യം വന്നെങ്കിലോ എന്ന് കരുതിയിട്ട്. എന്നിട്ട് ആവശ്യം വന്നോ? പിന്നെ ഇനി ഞാൻ പറയുന്ന കാര്യം അമ്മ ക്ഷമയോടെ കേൾക്കണം. നീ കാര്യം പറ കൊച്ചേ. അമ്മ എത്ര നാളിങ്ങനെ ഒറ്റയ്ക്ക് പോവാനാ പ്ലാൻ? അത് നീ പഠിത്തമൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ കിട്ടി തിരിച്ചു വരുന്നിടം വരെ. അത് പെട്ടെന്ന് നടക്കുന്നൊരു കാര്യമല്ലല്ലോ. അതുവരെ അമ്മയെ തനിച്ചാക്കി പോകാൻ എനിക്ക് വയ്യ. അമ്മ ഇവിടെ തനിച്ചാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒറ്റ രാത്രി പോലും എനിക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. നീ എന്താ ഈ പറഞ്ഞു വരുന്നേ? എവിടെയോ ഉള്ളൊരു പപ്പയെ കാത്ത് ഇനിയും അമ്മയുടെ ജീവിതം കളയുന്നു. അതുകൊണ്ട് ഞാൻ ഒരുപാട് ആലോചിച്ചൊരു തീരുമാനത്തിൽ അമ്മയ്ക്ക് ഒരു കൂട്ട് വേണം. അതിന് ഞാൻ ആദ്യം അമ്മയെ മറ്റേ പഴയ ക്ലാസ്മേറ്റ് ഫാത്തിമ ടീച്ചറെ വിളിച്ച്, പിന്നെ സോണിയങ്കിളിനെ വിളിച്ച്. ഇവരാണ് മൂപ്പരെ ആദ്യം വിളിച്ച് സംസാരിച്ചത്. അതിനുശേഷം ഞാനും. നീ എന്താ എനിക്ക് കല്യാണം ആലോചിക്കുകയാണോ? അതെ, ഇതൊരു കല്യാണാലോചന തന്നെയാണ്. പെണ്ണെ, നീ ഇപ്പൊ നിന്റെ പഠിത്ത കാര്യത്തിൽ ശ്രദ്ധിക്ക്. മറ്റുള്ള കാര്യങ്ങളൊക്കെ പിന്നെ. മക്കളെ, മക്കളുടെ നിലയ്ക്ക് നിൽക്കണം. അമ്മ ഒരു കല്യാണം കഴിക്കണം. മകളെന്ന നിലയ്ക്ക് അമ്മയ്ക്ക് ഇപ്പൊ ഒരു കൂട്ടിന് ഇതല്ലാതെ മറ്റൊരു വഴി ഞാൻ കാണുന്നില്ല. പെണ്ണെ, നീ നിന്റെ ഭാവി വെച്ച് കളിക്കരുത് കേട്ടോ. +2 പരീക്ഷയ്ക്ക് ഇനിയേ 3 മാസം തികച്ചില്ലെന്നറിയാലോ. അതിനിടയ്ക്ക് നീ വലിയ കാര്യങ്ങൾക്കൊന്നും പോവണ്ട. അല്ലെങ്കിൽ ഞാൻ നാളെ തന്നെ എന്റെ ബാങ്ക് കിട്ടുമല്ലോ എടുത്ത് അങ്ങോട്ട് വരും. അമ്മയെ തനിച്ചാക്കിയിട്ടുള്ളൊരു ജീവിതം അതെനിക്ക് വേണ്ട. ദേ പെണ്ണെ, നീ എന്റെ അപ്പനാണോ അതോ അമ്മയോ? അവൾ അമ്മയ്ക്ക് കല്യാണം ആലോചിക്കുന്നു. ഇതെന്താ നീ കുട്ടിക്കളിയാണെന്നാണ് വിചാരിച്ചിരിക്കുന്നേ? വെച്ചിട്ട് പൊയ്ക്കോ ഇവിടുന്ന്. അതെ, ഇതൊരു കുട്ടിക്കളിയല്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഇതിന് നിന്നതും കാര്യങ്ങൾ ഇവിടെ വരെ എത്തിച്ചതും. മൂപ്പര് ഇപ്പോഴും ഡിവോഴ്സാ. പക്ഷെ വീണ്ടും ഒരു കല്യാണത്തിന് താല്പര്യമില്ലാതെ നിൽക്കുകയായിരുന്നു. ഫാത്തിമ ടീച്ചറും സോണിയങ്ങളും മാത്രമല്ല, പപ്പയുടെ ചേട്ടൻ ജോസ് പാപ്പനും പോയി കണ്ട് സംസാരിച്ചിട്ടാണ്. എന്നോട് ഒരു വാക്ക് പോലും ചോദിക്കാതെ എനിക്ക് കല്യാണം ആലോചിക്കാൻ നിങ്ങളോട് ആരാ പറഞ്ഞത്? എനിക്ക് സൗകര്യമില്ല. മേലാൻ ഈ കാര്യം പറഞ്ഞ് എന്നെ വിളിക്കരുത്. കല്യാണം ആലോചിക്കാൻ വന്നിരിക്കുന്നു. ആ മോളെ. ഓ, ഇപ്പോഴെന്തായാലും ഫോണൊന്നും എടുക്കാൻ തോന്നിയല്ലോ. 2 ദിവസമായി സ്വിച്ച് ഓഫ് ആയിരുന്നില്ലേ? അത് മോളെ, ഞാനിപ്പോ വിളിക്കുമ്പോഴും സ്വിച്ച് ഓഫ് ആയിരുന്നെങ്കിൽ തീർച്ചയായും ഇന്ന് വൈകിട്ടത്തെ ട്രെയിനിന് ഞാൻ ഇവിടുന്ന് പുറപ്പെട്ടേനെ. മോളെ, എന്റെ മനസ്സിൽ ഇപ്പൊ നീയും നിന്റെ ഭാവി മാത്രമേ ഉള്ളൂ. വേറൊന്നും എന്റെ തലയിൽ കയറില്ല. അമ്മയ്ക്ക് എന്നെ കുറിച്ച് എത്ര വേവലാതി ഉണ്ടോ അതിന് 100 മടങ്ങ് വേവലാതി എനിക്ക് അമ്മയെ കുറിച്ചുണ്ട്. ഞങ്ങളെല്ലാം അടുത്തുണ്ടായിട്ടും ഇത്രയും കാലം അമ്മ സത്യത്തിൽ ഒറ്റയ്ക്കല്ലായിരുന്നോ? അപ്പൊ പിന്നെ ഇപ്പൊ ആരും കൂടെ ഇല്ലാതെ അമ്മയെ തനിച്ചാക്കി പോകാൻ എനിക്ക് വയ്യ. മോളെ, ഇതെല്ലാം പറയാൻ എളുപ്പമാ. മാസങ്ങളായി ഒരു വിവരം ഇല്ലെങ്കിലും ഞാൻ ഇപ്പോഴും നിന്റെ പപ്പയുടെ ഭാര്യയാണ്. ആഹാ, കൊള്ളാം. അമ്മ ഇനിയും പപ്പയെ കാത്തിരിക്കുവാണോ? ഇപ്പൊ ഏതാണ്ട് 2 കൊല്ലായില്ലേ പപ്പ അവിടെ നിന്ന് ഇറങ്ങിയിട്ട്. അതിനിടെ ഒരു വട്ടെങ്കിലും ഒന്ന് വിളിച്ചിട്ടുണ്ടോ? ഇപ്പൊ എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല. ജീവിച്ചിരിപ്പുണ്ടോന്ന് തന്നെ ആർക്കറിയാം. അതുകൊണ്ട് ആ കെട്ടുപാടുകളെല്ലാം നിയമപരമായി അയക്കാൻ വേണ്ടത് അങ്കിള് ചെയ്തോളൂ. നീ എന്താ ഈ പറഞ്ഞു വരുന്നത്? അത് തന്നെ,
വർഷങ്ങൾക്ക് മുമ്പേ നിങ്ങൾ ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം, ഡിവോഴ്സ്. മോളെ, നീ ഇത് എത്ര നിസ്സാരമായിട്ടാ പറയുന്നത്? പിന്നല്ലാതെ, ചേർന്നു പോകാനാവില്ലെന്ന് വെച്ച് അപ്പ പിരിയണം. ജീവിതം ഒന്നല്ലേ ഉള്ളൂ. അത് മറ്റൊരാൾക്ക് വേണ്ടി ഇങ്ങനെ ഉരുകി തീരാൻ മെഴുകുതിരി ഒന്നല്ലല്ലോ ഈ മനുഷ്യജന്മം. മോളെ, നീ എന്നെ ധർമ്മസങ്കടത്തിലാക്കരുത്. ആ അമ്മയുടെ സങ്കടം മാറാനുള്ളൊരു ശ്രമമാണിത്. അമ്മ ആലോചിച്ചൊരു മറുപടി പറഞ്ഞാൽ മതി. വെള്ളിയാഴ്ച വൈകുന്നേരം വരെ ഞാൻ അമ്മയുടെ മറുപടിക്ക് വേണ്ടി കാത്തുക്കും. ഞാനീ പറഞ്ഞ പ്രപ്പോസൽ അമ്മയ്ക്ക് സമ്മതമാണെങ്കിൽ ശനിയാഴ്ച രാവിലെ അമ്മച്ചിയും സോണിയങ്കളും ആളെയും കൂട്ടി അവിടേക്ക് വരും അമ്മയോട് സംസാരിക്കാൻ വേണ്ടി. ഇനി അമ്മയ്ക്കിത് സമ്മതമല്ലെങ്കിൽ ശനിയാഴ്ച രാവിലെ തന്നെ ഞാൻ ട്രെയിനിന് പുറപ്പെടും, എൻ്റെ ബാഗും സാധനങ്ങളും എല്ലാം ആയിട്ട്. ഞാൻ അത് സിസ്റ്റർ ആൻറ്റിയോട് ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ അമ്മ, അവര് രാവിലെ തന്നെ പുറപ്പെടും. അമ്മ ഓക്കെ ആണല്ലോ അല്ലേ? ചിലപ്പോ കൂടെ സോണിയങ്ങളും ആന്റിയും അമ്മച്ചിയും പിന്നെ ജോസ് പാപ്പനും ആന്റിയും ഫാത്തിമ ടീച്ചറും ഒക്കെ ഉണ്ടാവും. അവർക്ക് ഭക്ഷണം കൊടുക്കണ്ടേ? ഞാൻ രാധ ചേച്ചിയോട് രാവിലെ വരാൻ പറഞ്ഞിട്ടുണ്ട്. അമ്പടി അമ്മക്കള്ളി എല്ലാം നേരത്തെ സെറ്റാക്കി വെച്ചേക്കും അല്ലേ? പിന്നെ അവരൊക്കെ എത്ര നാള് കൂടി ഇവിടേക്ക് വരുന്നതാ? ഭക്ഷണം കൊടുക്കണ്ടേ? ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. നാളെ നീ കൂടി ഇവിടെ വേണ്ടതായിരുന്നു. ഞാൻ വരുന്നുണ്ട്. നാളെയല്ല, നിങ്ങളുടെ കല്യാണത്തിന് ബിരിയാണി വിളമ്പാൻ. ഒന്ന് പോടി. അപ്പോഴേ ആദ്യത്തെ ആശംസ മകളുടെ വക അഡ്വാൻസ് ആയിട്ട്. വിഷ് യു ഹാപ്പി മാരീഡ് ലൈഫ്. ഓ, സ്വീകരിച്ചിരിക്കുന്നു. എന്നാലേ ഞാൻ പോയെന്ന് മനസ്സമാധാനത്തോടെ എൻ്റെ പുസ്തകങ്ങളൊന്ന് തുറക്കട്ടെ. ഗുഡ് നൈറ്റ് അമ്മ. ഓക്കെ, ഗുഡ് നൈറ്റ് മോളു. കാക്കക്കറുമ്പൻ കണ്ടാൽ കൂറുമ്പൻ കാർവണ്ണൻ എൻ്റെ കാർവണ്ണൻ. ഉം